കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കാത്തിരുന്ന പെണ്ണല്ലേ മോനെ, ആ മുളങ്കമ്പ് കയ്യിലെടുത്തോളൂ. പന്തലിൽ കിനാവിന്റെ വള്ളിയിൽ കുരുക്കുത്തികൾ മിഴിത്തുമ്പിലെ മയക്കം മറന്നുവോ? അവിടെ നാട്ടിക്കോളൂ. നറുവെണ്ണ തൂകുമൊരു യാമശംഖൊലിയിൽ ഇന്നു കണ്ണനോ ഞാനല്ലേ? മോനെ, ആ മുളങ്കമ്പിൽ ഈ കിഴിയങ്ങ് കെട്ടിക്കോളൂ. കാത്തിരുന്ന പെണ്ണല്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ? വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ? ശ്രീ മഹാഗണാധിപതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ ഭവായ നമഃ. ഓം ശർവായ നമഃ. ഓം രുദ്രായ നമഃ. ഓം കപിലായ നമഃ. ഓം ഗജകർണികായ നമഃ. ഓം ലംബോദരായ നമഃ. എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ചടങ്ങ് ചെയ്യാനുള്ള ഭാഗ്യമല്ലെന്ന് തോന്നുന്നു. അഖിലിന്റെ കല്യാണം എന്തായാലും നടക്കണം. അബിയുടെ കല്യാണം നടക്കാതെ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ നിൽക്കണം. എനിക്ക് നടക്കാത്ത രണ്ടാം കല്യാണം അവന് നടക്കാൻ പാടില്ല. അവന്റെ കല്യാണം മുടക്കാൻ വേണ്ടി എനിക്ക് ഒരേ ഒരു ചാൻസ് കിട്ടിയാ മതി. എന്താ അനിയത്തി, ഇപ്പോഴാണോ വരുന്നേ? അളിയനിവിടെ? ഏട്ടനാ കാരണമാ ഞാൻ ഇത്രയും ലേറ്റ് ആയത്. ഞാൻ രാവിലെ എന്നെ റെഡിയായിട്ട് വിളിക്കുവോ, കൃത്യം ഇറങ്ങാൻ സമയമായപ്പോൾ എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. അദ്ദേഹത്തെ കാത്തിരുന്നാൽ വൈകുമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. കല്യാണത്തിനെങ്കിലും വരുമല്ലോ അല്ലേ? അയ്യോ, കല്യാണത്തിന് വരാതിരിക്കൂ ഏട്ടാ. അതും അല്ലാതെ ഇതെന്റെ മരുമകന്റെ കല്യാണമല്ല, എന്റെ മകളുടെ കല്യാണമാ. സ്ത്രീധനം എത്രയാ തരുന്നേ? ഏട്ടൻ ചോദിക്കുന്നത് പോലെ. വസുവും ഒരു പത്തരമാറ്റ് തങ്കം തന്നെയല്ലേ? നീ പറഞ്ഞത് ശരിയാണ്, വസു പത്തരമാറ്റ് തങ്കം തന്നെയാ. ആ തങ്കത്തിന് അബി എന്ന രത്നം കൂട്ടാവാൻ പോവുകയല്ലേ. അബി എവിടെയാ ചേട്ടാ? അവന്റെ മുറി തന്നെ ഉണ്ടാവും.
പ്രണയമേ മിഴിയിലെ നനവു പോ അരികിൽ നീ ഹൃദയമാ തളികയിൽ പ്രണയമേ മിഴിയിലെ നനവു പോ അരികിൽ നീ ഹൃദയമാ തളികയിൽ കനലു പോ എരിവു നീ. അല്ല താനെന്നെ തെറ്റിദ്ധരി ഏതേതോ ജന്മം തന്നിൽ ഈയും പ്രിയമുഖം തെളിയുമോ? കണ്ണെത്താ ദൂരത്ത് കണ്ണീരിൽ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ നിത്യാനന്ദ സദാനന്ദ പരമാനന്ദം ആനന്ദം കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും കോരും നോടി കോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും കോരും നോടി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും കോരും നോടി. ആ ടോപ്പിലുള്ളത് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്തേക്കണം. പിന്നെ അതിനടുത്തുള്ള ബ്ലോക്ക് പെണ്ണ് വീട്ടുകാർക്ക് വേണ്ടി മാറ്റിയേക്കണം. റൂംസ് ആണോ? എത്രയെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. വസുവിന്റെ സ്വന്തക്കാരൊക്കെയാ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കാം. ഭാസ്കർ റൂം ബുക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വസുവിനെയും ബുക്ക് ചെയ്തു. എന്താടാ മോനെ? ആരാ ഫോണില്? റിസോർട്ടുകാരാ. അവരെന്ത് പറയുന്നു? എന്തായാലും ഇളയമ്മയ്ക്ക് എന്താ? ഇളയമ്മയെ കൊണ്ട് പറ്റുമോ? എന്തോ റൂമിന്റെ കാര്യം ചോദിക്കുന്ന കേട്ടു. 2 പെൺവീട്ടുകാരുടെയും സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലേ? അവരെത്ര പേരുണ്ടോ അതിനനുസരിച്ച് റൂം ബുക്ക് ചെയ്യണം. അതിനുവേണ്ടി വിളിച്ചതാ. അത്രേ ഉള്ളോ? ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. നോക്കിയോ എഴുത്തി ഭവനെ, വേഗം വാ. എന്താ ഏട്ടത്തി? കല്യാണത്തിനെ ഭാസ്കർ റൂം ബുക്ക് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് എത്ര പേര് കാണും? കുറെ പേര് വരും. ഈ 2 കല്യാണവും ഒരുമിച്ചല്ലേ നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ കുറെ റൂം വേണ്ടി വരുമല്ലോ. ഭാസ്കർ, എത്ര റൂം വേണോന്ന് അച്ഛൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? നമുക്കെത്ര വേണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മേ. പിന്നെന്താ? അത് കാർത്തികയുടെ വീട്ടുകാർക്ക് എത്ര വേണം, ബസുവിന്റെ വീട്ടുകാർക്ക് എത്ര വേണമെന്ന് അറിയില്ലല്ലോ എടുത്തി. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് റൂം കിട്ടില്ല കേട്ടോ. അതും ശരിയാ. ഭാസ്കർ, അച്ഛനോട് പറഞ്ഞിട്ട് അവരോട് ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ. ഈ ചെറിയ വിഷയത്തിന് എന്തിനാ എടുത്തി ഏട്ടനെ വിളിക്കുന്നേ? പിന്നെ വേറെ ആര് വിളിക്കാനാ? കാർത്തികയുടെ വീട്ടിലേക്ക് ഭാസ്കർ ഫോൺ ചെയ്യട്ടെ. ബസുവിന്റെ വീട്ടിലേക്ക് തുടക്കം മുതലേ ഭാവനയ്ക്കല്ലേ അവരായിട്ട് കൂടുതൽ ബന്ധം. അവള് തന്നെ ഫോൺ ചെയ്ത് ചോദിക്കും. അല്ലേ മോളെ ഭാവനെ? നീ ചോദിക്കില്ലേ? അത് അമ്മ ചോദിച്ചോളൂ ഇളയമ്മേ. ഇതുവരെ നീ തന്നെയല്ലേ അവർക്ക് ഫോൺ ചെയ്തോണ്ടിരുന്നത്. ഈ പ്രാവശ്യം നീ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കേ. ശരി അമ്മേ. ഇപ്പൊ എടുത്തി പറഞ്ഞില്ലേ
അവരെ ഫോൺ ചെയ്ത് കൃത്യമായി എത്ര ആള് വരുമെന്ന് ചോദിച്ചറിഞ്ഞിട്ട് നിന്റെ ഭർത്താവിനോട് പറ. എടാ മോനെ, നീ കാർത്തികയുടെ വീട്ടിലേക്ക് വിളിച്ചേക്കും. അവരുമായിട്ട് ഇളയമയ്ക്കല്ലേ വലിയ ഫ്രണ്ട്ഷിപ്പ്. അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുമ്പോ ഇളയമ തന്നെ വിളിക്കേ. എന്താടാ, ഞാൻ നിന്റെ ഭാര്യയെ പറഞ്ഞാല് നീ എന്നെ പറയാണോ? പോയി ജോലി നോക്കടാ, പോടാ. ഒന്ന് പോയേ. പോടാ. ആ ഭാവനെ, നീ വസുവിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യേ. കാർത്തികയുടെ വീട്ടിൽ ഞാൻ വിളിക്കാം. ശരി ഏട്ടാ. ഹലോ, പറഞ്ഞോ മോളെ ഭാവനെ. നിനക്ക് ചെറിയമ്മയോട് സംസാരിക്കണോ? ഫോൺ കൊടുക്കട്ടെ? വേണ്ട ചെറിയച്ച, ചെറിയച്ചനോട് സംസാരിച്ചാ മതി. എന്നോടെന്ത് സംസാരിക്കാനാ ഭാസ്കർ? ആന്റി, കല്യാണത്തിന് റൂം ബുക്ക് ചെയ്യണമല്ലോ. അങ്ങനെയോ മോളെ? ആരാട്ടാ? ഭാവനയാ സുശീലേ. പറഞ്ഞ മോളെ. കല്യാണത്തിന് അവിടെ നിന്ന് എത്ര പേരുണ്ടാവും? എന്താ എത്ര പേരെന്നോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് ആരുമില്ല, ആരും ചെല്ലില്ലെന്ന് എങ്ങനെയാ പറയുന്ന സുശീല? അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഭാസ്കർ. ഒരു നാട് മുഴുവനുള്ള ലിസ്റ്റ് എന്റെ കയ്യിലുള്ളത്. എല്ലാവരും കോടീശ്വരന്മാരാ, പണത്തിന് മേൽ ജനിച്ചവർ. ജസ്റ്റ് എത്ര പേരാ വരുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ആന്റി? ചെറിയച്ച, അവിടെ നിന്ന് എത്ര പേരുണ്ടാവും? അത് പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടാവില്ല മോളെ. അത്രയും ആൾക്കാർ വരുമോ? എന്താ കൂടിപ്പോയെന്നാണോ? അതെന്താ ചെറിയച്ച അങ്ങനെ? അത് ഞങ്ങൾക്ക് വസുവിന് ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മറ്റാരുമില്ല മോളെ. ഞങ്ങൾ അവരെ പോലെ വെറും മിഡിൽ ക്ലാസ് ഒന്നും അല്ല മോനെ. ഞങ്ങളുടേത് വളരെ വലിയ ഫാമിലിയാ. എല്ലാവരും ഹൈഫൈയാ. ഈ കാര്യം ഞാൻ എങ്ങനെ അമ്മയോടും അച്ഛനോടും പറയുന്നത്? നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരുമില്ലെന്ന് പറഞ്ഞ അവരെന്താ കരുതാ? ആരെന്ത് വിചാരിച്ചാലും ശരി, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരും വരും. എല്ലാവർക്കും റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തേ പറ്റൂ. എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ ഇച്ചിരി കഷ്ടമല്ലേ ആന്റി? വിഷമമുണ്ടെങ്കിലും ഇതാണ് മോളെ സത്യം. ഞങ്ങൾക്ക് ബന്ധുക്കളും സ്വന്തക്കാരും പിന്നെ അടുപ്പമുള്ളവരും ആരുമില്ല മോളെ. ഞങ്ങളൊന്നും അത്ര ഗതിയില്ലാത്തവരല്ല മോനെ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തോളാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല ആന്റി. വസുവിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. വേണമെങ്കിൽ അവരുടെ ആളുകൾക്കൊക്കെ ഓർഡിനറി റൂം ബുക്ക് ചെയ്തോളൂ. പക്ഷെ എന്റെ ആളുകൾക്ക് സൂട്ട് റൂം തന്നെ ബുക്ക് ചെയ്യണം. റൂംസ് അല്പമെങ്കിലും അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഞങ്ങളുടെ ആളുകൾ അതിൽ താമസിക്കില്ല. ശരി ചെറിയമ്മേ, ഇല്ലാത്ത ആൾക്കാർ നമ്മൾ എവിടുന്ന കൂട്ടിക്കൊണ്ടു വരുന്നത്? ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കാം. വയ്ക്കട്ടെ. താങ്ക് യു മോളെ. ബൈ ആന്റി. ബി കെയർഫുൾ. അയ്യോ, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? കല്യാണത്തിന് വരാൻ വലിയ ഉത്സവം എന്നാണോ വിചാരിക്കുന്നത്? റൂമിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയാവും. അഖിലിന് വേറെ ആരെയും കിട്ടിയില്ല. ഇതിപ്പോ അച്ഛനോട് എങ്ങനെയാ പറയാ? ബന്ധുക്കൾ ആരും ഇല്ല എന്നുള്ളത് അവിടെ തെറ്റല്ലല്ലോ. പക്ഷേ ഇതിപ്പോ ഞാൻ എങ്ങനെ അമ്മയോട് പറയുന്നത്? അമ്മ എങ്ങനെ പ്രതികരിക്കും എന്തോ? എനിക്ക് അകത്തേക്ക് വരാമോ? വരൂ ആന്റി. ക്ഷമിക്കണം അബി, ലേറ്റായി പോയി. ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. സാരമില്ല ആന്റി. ആന്റി വന്നതിൽ ഒരുപാട് സന്തോഷം. അങ്കിള് വന്നില്ലേ? അദ്ദേഹം ഡയറക്റ്റായിട്ട് കല്യാണത്തിന് വരാന്ന് പറഞ്ഞു. അബിക്ക് ഗിഫ്റ്റ് തരാനാ ഞാനിപ്പോൾ വന്നത്. ഗിഫ്റ്റോ? പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളും ഗിഫ്റ്റ് തരണമല്ലോ. വാങ്ങിച്ചോളൂ അബി. എന്താ ആന്റി? തുറന്നു നോക്ക്.
ഇപ്പൊ എന്തിനാ ആന്റി ഇതൊക്കെ? ഒരു തവണ തന്നതല്ലേ? അന്ന് സന്ധ്യയ്ക്ക് വേണ്ടി തന്നു, ഇപ്പോൾ വസുവിന് വേണ്ടി തരുന്നു. വസുവിനോ? ഞങ്ങളുടെ രണ്ടാമത്തെ മകൾ സന്ധ്യയുടെ അനുജത്തി. എങ്ങനെ ആന്റി? ആന്റിയുടെ മകളുടെ സ്ഥാനത്ത് വരാൻ പോകുന്ന പെൺകുട്ടിയെ ആന്റിയുടെ സ്വന്തം മകളെ കാണാൻ കഴിയുന്നു? നിനക്ക് വേണ്ടി അബി, നിന്റെ കൂടെ ചേർന്ന് 100 വയസ്സുവരെ ജീവിക്കാനുള്ള ഭാഗ്യം എന്റെ മകൾ സന്ധ്യയ്ക്ക് ഇല്ലാതെ പോയി. ആ ഒരു ഭാഗ്യം വേറൊരു പെണ്ണിന് കിട്ടുമ്പോൾ ആ പെണ്ണിനെ സന്ധ്യയെ പോലെയല്ലേ ഞങ്ങൾ കാണേണ്ടത്? ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? മകനായാലും മരുമകനായാലും എല്ലാം നീ തന്നെയാണ്. താങ്ക്സ് ആന്റി. താങ്ക്സ് പറയേണ്ട ഞങ്ങളല്ലേ? ഞങ്ങളുടെ മകൾക്ക് പകരമായി നീ മറ്റൊരു മകളെ തരികയല്ലേ? ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഒരു നല്ല അമ്മയായി കൊടുക്കുന്നത്. നമ്മുടെ സന്ധ്യ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവളുടെ ആത്മാവ് ഒരുപാട് സന്തോഷിക്കും അബി. വേറൊരു കാര്യം അബി, നീ വേറൊന്നും വിചാരിക്കില്ലല്ലോ? എന്താ ആന്റി? സന്ധ്യയുടെ ആഭരണങ്ങളെല്ലാം എവിടെയായിരിക്കുന്നത് അബി? അവളുടെ ആഭരണങ്ങളും സാരിയും എല്ലാം ഭദ്രമായി അലമാരയിലുണ്ട്. അവൾ പോയതിനു ശേഷം ഞാനത് എടുത്തിട്ടേ ഇല്ല. എന്താ അബി അങ്ങനെ? അതെല്ലാം അവളുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് അതെല്ലാം ഭദ്രമായി വെച്ചിരിക്കുകയാണ്. അതൊക്കെ കാണാൻ തോന്നുന്ന പോലെ അബി, ആ ഓർമ്മകൾക്ക് വീണ്ടും ഒരു എന്താണ് ആന്റി? എല്ലാം സ്നേഹമല്ലേ? വേറൊരു പെണ്ണിനെ എന്റെ സ്വന്തം മകളായി കരുതിയാൽ എന്റെ കൊച്ചുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ സ്നേഹം കൊണ്ട് മൂടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ധിയില്ലാത്തതിന്റെ കുറവുകൾ അവൾ നികത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഭാസ്കർ, അച്ഛാ, ഞാൻ പറഞ്ഞ ജോലി ചെയ്തോ? കാറ്ററിംഗിന് ഓർഡർ കൊടുത്തു. ടെക്നീഷ്യൻസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൂജാരി ഏർപ്പാടാക്കുകയും ചെയ്തു. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെയും ചെയ്തു. മ്യൂസിക് ബാൻഡ് വരെ ഏർപ്പാടാക്കി അച്ഛാ. ഇതൊന്നും അല്ല ഭാസ്കർ, റൂംസ് ഒക്കെ ബുക്ക് ചെയ്തോ? അത് തന്നെ അച്ഛാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്താടാ മോനെ, ഇപ്പോഴും നീ അതന്നെ ചെയ്തോണ്ടിരിക്കുകയാണോ? നേരത്തെ നിന്റെ അമ്മ പറഞ്ഞതല്ലേ അവരെ ഫോൺ ചെയ്ത് ചോദിച്ചോളാൻ. കഷ്ടത്തിലാക്കാൻ വേണ്ടി വീണ്ടും വന്നു നിൽക്കുക. കാർത്തികയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തോ ഭാസ്കർ? വിളിച്ചിരുന്നു അമ്മേ. ഒരുപാട് പേര് വരുമെന്നാ അംബികാന്റി പറയുന്നേ. നിറയെ റൂം ബുക്ക് ചെയ്യേണ്ടി വരും. എത്ര പേര് വന്നാലും അത്രയും പേർക്ക് റൂം ബുക്ക് ചെയ്യണം ഭാസ്കർ. കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല. ശരി അച്ഛാ.